ഹലോ നമസ്കാരം. മുത്തിൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് ഏത് ക്ഷേത്രത്തിലാണെന്ന് മനസ്സിലായോ? തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രശസ്തമായ ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിലെ കിള്ളിയാറ്, കരമനയാറ്, പാർവതി പുത്തനാറ് എന്നീ 3 നദികൾ സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിൻ്റെ അടുത്തുള്ള ഒരു പുരാതന ക്ഷേത്രം. ബലിതർപ്പണത്തിന് പ്രാധാന്യമുള്ള ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിൽ ബലിതർപ്പണത്തിന് പ്രാധാന്യമുള്ള ക്ഷേത്രമെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ ഏതാണ് ആ ക്ഷേത്രമെന്ന്? അത് ഞാനിന്ന് നിൽക്കുന്നത് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രത്തിലാണ്. എൻ്റെ അപ്പൻ്റെ ബലിതർപ്പണ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വന്നാൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തേണ്ടത് എന്നൊക്കെയുള്ള വിശദമായ വീഡിയോയിലേക്ക് പോകാം. മുത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പോകാം വീഡിയോയിലേക്ക്. നമസ്കാരം. എന്നോട് ഒരുപാട് ഭക്തജനങ്ങൾ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ ചോദിച്ചൊരു ചോദ്യമാണ്, ഭഗവാൻ പരശുരാമസ്വാമി സന്നിധിയിൽ ബലിയിടുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന്. തീർച്ചയായിട്ടും അതിനുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അമ്മയ്ക്ക് പുനർജന്മം നേടിക്കൊടുത്ത ഭഗവാൻ പരശുരാമസ്വാമി സന്നിധിയിൽ ബലിയിടുമ്പോൾ പരേതാത്മാവിന് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. രാവിലെ 6 മുതൽ രാവിലെ 10 മണി വരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ, ശാന്തകർമ്മങ്ങൾ നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ തിലഹോമം രാവിലെ 6:30 മുതൽ രാവിലെ 10:30 വരെയാണ് നടക്കുന്നത്. കർക്കിടക ബാഹുബലി, തുലാമാസ അമാവാസി ദിവസങ്ങളിൽ മാറ്റമുണ്ടായിരിക്കുന്നതാണ്. ബലിയിടാൻ പോകുന്ന ഭക്തജനങ്ങൾ ആദ്യം തന്നെ ടിക്കറ്റ് കളക്ട് ചെയ്യേണ്ടതാണ്. ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മരിച്ച ആളുടെ പേരും മരിച്ച ദിവസത്തെ നാളും പറഞ്ഞു കൊടുത്താണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഓർക്കുക, ജനിച്ച ദിവസത്തെ നാളല്ല, മരിച്ച ആളുടെ പേരും എന്നാണോ മരിച്ചത് അന്നത്തെ നാളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി മരിച്ച ദിവസത്തെ നാൾ നമുക്ക് ഓർമ്മയില്ല, അറിയില്ല എന്നുണ്ടെങ്കിൽ മരിച്ച ആളുടെ പേരും തിരുവോണം നാളായിട്ട് പറഞ്ഞു കൊടുക്കാം. തിരുവോണമാണ് നാളെ എന്ന് പറഞ്ഞ് രസീത് എടുക്കാം. ബലിയിടാൻ പോകുമ്പോൾ ബലിയിടുന്നതിനോടൊപ്പം തന്നെ തിലഹോമത്തിനും രസീത് എടുക്കേണ്ടതാണ്. ബലിയിടുന്നതിന് 100 രൂപയും തിലഹോമത്തിന് 65 രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിനകത്തോട്ട് ബലിയിടാൻ പോകാവൂ. ക്ഷേത്രത്തിൻ്റെ അകത്ത് മുറ്റത്താണ് ബലിയിടുന്നത്. ഓർക്കുക, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്, ബലിയിട്ടതിന് ശേഷമാണ് നാലമ്പലത്തിലോട്ട് പ്രവേശിക്കാവൂ, ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാവൂ. ബലിയിട്ടതിന് ശേഷം മാത്രമാണ് തിലഹോമം നടത്തേണ്ടത്. ആദ്യം നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറരുത്. ഒരു കിണ്ടിക്കത്തി വെള്ളം നിറച്ചുകൊണ്ട് ബലിയിടുന്നിടത്ത്, ആ തിരുമേനിമാരിരിക്കുന്നിടത്ത് പോയി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും തിരുമേനിമാർ പറഞ്ഞു തരും. ഒരിക്കലും ബലിയിടുന്നതിന് മുമ്പ് നമ്മൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കരുത്. അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിനുശേഷം ബലിയിടുന്നതിന് മുമ്പ് തിലഹോമവും ചെയ്യരുത്. ബലിയിട്ടതിന് ശേഷം മാത്രമാണ് തിലഹോമം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ബലിയിട്ടതിന് ശേഷം തിരുമേനിമാർ പറഞ്ഞു തരുന്നത് പോലെ ബലിയിട്ടതിന് ശേഷം ഒന്ന് കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കുക, അല്ലെങ്കിൽ കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷമാണ് തിലഹോമം നടത്തേണ്ടത്. അതിനുശേഷം അവിടുന്ന് ഭക്ഷണമുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് വീട്ടിലേക്ക് മടക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. മുത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബലിയിടാൻ പോകുന്ന ഭക്തജനങ്ങൾ മരിച്ച ആളുടെ പേരും നാളും പറഞ്ഞ്